മദ്രാസ് IIT അടുത്തിടെ പുറത്തിറക്കിയ മൊബൈൽ ഫോൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പേര് ബാരോസ്. മദ്രാസ് IIT അടുത്തിടെ പുറത്തിറക്കിയ മൊബൈൽ ഫോൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പേരെന്താണ്? ബാരോസ്. ഇന്ത്യയും ഈജിപ്തും ചേർന്നുള്ള സംയുക്ത സൈനിക അഭ്യാസത്തിൻ്റെ പേരെന്താണ്? സൈക്ലോൺ 1. ഈജിപ്തിൽ സൈക്ലോൺ 1 എന്ന് ഓർത്താൽ മതി. ഇന്ത്യയും ഈജിപ്തും ചേർന്നുള്ള സംയുക്ത സൈനിക അഭ്യാസത്തിൻ്റെ പേരാണ് സൈക്ലോൺ 1. ഇന്ത്യൻ കരസേനയും ഉസ്ബെക്കിസ്ഥാനും സൈന്യവും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസത്തിൻ്റെ പേര് ഡസ്റ്റ് ലിങ്ക്. ഇന്ത്യൻ കരസേനയും ഉസ്ബെക്കിസ്ഥാൻ സൈന്യവും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസത്തിൻ്റെ പേരാണ് ഡസ്റ്റ് ലിങ്ക്. ഉസ്ബെക്കിസ്ഥാനിൽ വന്നത് ഡസ്റ്റാണ്, ഡസ്റ്റ് ലിങ്ക്. ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ള സംയുക്ത നാവിക അഭ്യാസത്തിൻ്റെ പേരാണ് വരുണ. വരുണ ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള സംയുക്ത നാവിക അഭ്യാസത്തിൻ്റെ പേരാണ് വരുണ. ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ള വ്യോമ അഭ്യാസമാണ് വീർ ഗാർഡിയൻ. വീർ ഗാർഡിയൻ 2023 എന്ന് പറയുന്നത് ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള വ്യോമാഭ്യാസമാണ്. ആ വീർ ഗാർഡിയനിൽ പങ്കെടുത്ത ഇന്ത്യൻ വ്യോമസേന വനിതാ യുദ്ധവിമാന പൈലറ്റിൻ്റെ പേരാണ് അവനി ചതുർവേദി. 108ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന് വേദിയാകുന്നത് നാഗ്പൂർ. സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ SSLV-D2 ഉപയോഗിച്ച് വിക്ഷേപിച്ച ചെറു ഉപഗ്രഹങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ EOS-07, ജാനൂസ് 1, ASADSat-2. അപ്പോൾ ഈ 3 ഉപഗ്രഹങ്ങളും ഏത് ലോഞ്ചിങ് വെഹിക്കിളാണ് ഉപയോഗിച്ച് വിക്ഷേപിച്ചതെന്ന് ചോദിച്ചാൽ SSLV-D2 സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ കാർ ഏതാണെന്ന് ചോദിച്ചാൽ ഇവയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ കാർ. അപ്പോൾ ഇത്രയും നേരം പറഞ്ഞതൊന്നുകൂടെ നോക്കാം. മദ്രാസ് IIT അടുത്തിടെ പുറത്തിറക്കിയ മൊബൈൽ ഫോൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പേരാണ് ബാരോസ്. ഇന്ത്യയും ഈജിപ്തും ചേർന്നുള്ള സൈനികാഭ്യാസത്തിൻ്റെ പേര് സൈക്ലോൺ 1. ഇന്ത്യൻ കരസേനയും ഉസ്ബെക്കിസ്ഥാൻ സൈന്യവും തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസത്തിൻ്റെ പേര് ഡസ്റ്റ് ലിങ്ക്. അപ്പോൾ ഫ്രാൻസുമായിട്ടുള്ള നാവികാഭ്യാസം അതിൻ്റെ പേര് വരുണ. അപ്പോൾ ജപ്പാനുമായിട്ടുള്ള വ്യോമാഭ്യാസത്തിൻ്റെ പേര് വീർ ഗാർഡിയൻ 2023. 108ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിൻ്റെ വേദി നാഗ്പൂർ. സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ ഉപയോഗിച്ച് 3 ചെറു ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പേര് EOS-07, ജാനൂസ് 1, ASADSat-2. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ കാറ് ഇവയാണ്. അടുത്തത് ജപ്പാനിൽ നടന്ന വീർ ഗാർഡിയൻ 2023 വ്യോമ അഭ്യാസത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ വ്യോമസേന വനിതാ യുദ്ധവിമാന പൈലറ്റാണ് അവനി ചതുർവേദി. നമ്മൾ പറഞ്ഞു വീർ ഗാർഡിയൻ നടന്നത് ജപ്പാനിലാണ്. അതിൽ പങ്കെടുത്ത ഇന്ത്യൻ വ്യോമസേന വനിതാ യുദ്ധവിമാന പൈലറ്റിൻ്റെ പേരാണ് അവനി ചതുർവേദി. ചന്ദ്രനിലേക്കുള്ള ദക്ഷിണ കൊറിയയുടെ ആദ്യ ഉപഗ്രഹമാണ് ധനൂരി. ഏറ്റവും കൂടുതൽ ഉപഗ്രഹമുള്ള ഗ്രഹം വ്യാഴമാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഉപഗ്രഹം ഉള്ളത് വ്യാഴത്തിനാണ്. ചന്ദ്രനിലേക്കുള്ള ദക്ഷിണ കൊറിയയുടെ ആദ്യ ഉപഗ്രഹം ധനൂരിയാണ്. ഇന്ത്യയിൽ ലിഥിയം നിക്ഷേപം കണ്ടെത്തിയത് എവിടെയാണ്? ജമ്മു കാശ്മീരിൽ ഇങ്ങനെ തടുത്തുറഞ്ഞ് കിടക്കുവാണ് ലിഥിയം എന്ന് ഓർത്താൽ മതി. ഇന്ത്യയിൽ ലിഥിയം നിക്ഷേപം കണ്ടെത്തിയത് ജമ്മു കാശ്മീരിലെ റിയാസിയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്കിന് തറക്കല്ലിട്ടത് എവിടെയാണ്? ഡിജിറ്റൽ സയൻസ് പാർക്ക് തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യ സോളാർ വിൻഡ് മൈക്രോഗ്രിഡ് വൈദ്യുത പദ്ധതി നിലവിൽ അത് എവിടെയാണെന്ന് ചോദിച്ചാൽ തുടുക്കി സൈലന്റ് വാലിയിലാണ് കേരളത്തിലെ ആദ്യത്തെ സോളാർ വിൻഡ് മൈക്രോഗ്രിഡ് വൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത്. കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാക്കി മാറ്റുന്നതിനുള്ള പദ്ധതിയാണ് ഡിജി കേരളം. അന്താരാഷ്ട്ര ഇൻ്റർനെറ്റ് സേവന ദാതാക്കളായ വൺവെബിൻ്റെ 36 ഉപഗ്രഹങ്ങൾ വിജയകരമായി ഭ്രമണപഥത്തിലെത്തിച്ച ഇന്ത്യയുടെ റോക്കറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ LVM-3. ഇപ്പോൾ LVM-ലാണ് നമ്മൾ കുറേ വിക്ഷേപണങ്ങളൊക്കെ നടത്തുന്നത്. അപ്പോൾ LVM-3 ആണ് അന്താരാഷ്ട്ര ഇൻ്റർനെറ്റ് സേവന ദാതാക്കളായ വൺവെബിൻ്റെ 36 ഉപഗ്രഹങ്ങൾ വിജയകരമായി ഭ്രമണപഥത്തിലെത്തിച്ചത്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ നോക്കാം. ആദ്യത്തേത് നമ്മുടെ അവനി ചതുർവേദിയുടെ ക്വസ്റ്റ്യനാണ്. അതായത് വീർ ഗാർഡിയൻ, ജപ്പാനിൽ നടന്ന വീർ ഗാർഡിയൻ 2023 വ്യോമാഭ്യാസത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ വ്യോമസേന വനിതാ യുദ്ധവിമാന പൈലറ്റ് അവനി ചതുർവേദി. ചന്ദ്രനിലേക്കുള്ള ദക്ഷിണ കൊറിയയുടെ
ആദ്യ ഉപഗ്രഹം അതാണ് ധനൂരി. ചന്ദ്രനിലേക്കുള്ള ദക്ഷിണ കൊറിയയുടെ ആദ്യ ഉപഗ്രഹം ധനൂരി. ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം വ്യാഴം. വിദ്യാ നിക്ഷേപം ഇന്ത്യയിൽ കണ്ടെത്തിയത് എവിടെയാണെന്ന് ചോദിച്ചാൽ ജമ്മു കാശ്മീരിൽ തണുത്തുറഞ്ഞു കിടക്കുന്നു റിയാസിയിൽ. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് തിരുവനന്തപുരത്ത്. കേരളത്തിലെ ആദ്യത്തെ സോളാർ വിൻഡ് മൈക്രോഗ്രിഡ് വൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത് താഴെത്തുക്കുടി സൈലന്റ് വാലി. കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാക്കി മാറ്റാനുള്ള പദ്ധതിയാണ് ഡിജി കേരളം. പിന്നെ നമ്മൾ പറഞ്ഞു നമ്മുടെ LVM 3 ഭ്രമണപഥത്തിലെത്തിയ 36 ഉപഗ്രഹങ്ങൾ അത് ആരുടെയാണെന്ന് ചോദിച്ചാൽ അന്താരാഷ്ട്ര ഇൻ്റർനെറ്റ് സേവന ദാതാക്കളായ വൺവെബിൻ്റെ 36 ഉപഗ്രഹങ്ങളാണ് ഇന്ത്യയുടെ LVM 3 ഭ്രമണപഥത്തിൽ എത്തിച്ചേർന്നത്. അടുത്തത് നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ 5G ഡ്രോൺ ഏതാണെന്ന് ചോദിച്ചാൽ സ്കൈഹോക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ 5G ഡ്രോണാണ് സ്കൈഹോക്ക്. 2023 ജനുവരി 23 ഇന്ത്യൻ നാവികസേനയിലേക്ക് കമ്മീഷൻ ചെയ്ത സ്കോർപിയൻ ക്ലാസ് കാൽവേരി ശ്രേണിയിൽപ്പെട്ട ഇന്ത്യയുടെ 5ാമത്തെ അന്തർവാഹിനിയാണ് INS വാഗീർ. 2023 ജനുവരി 23 ഇന്ത്യൻ നാവികസേനയിലേക്ക് കമ്മീഷൻ ചെയ്ത സ്കോർപിയൻ ക്ലാസ് കൽവേരി ശ്രേണിയിൽപ്പെട്ട ഇന്ത്യയുടെ 5ാമത്തെ അന്തർവാഹിനി INS വാഗീർ. ട്രെയിനുകളുടെ കൂട്ടിയിടി തടയുന്നതിന് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച സാങ്കേതിക ഉപകരണം കവച്. GPS-ന് ബദലായി ഇന്ത്യയിൽ വികസിപ്പിച്ച നാവിഗേഷൻ സംവിധാനം നാവിക് സംവിധാനമാണ് നാവിക് ചിപ്പ്. ബഹിരാകാശത്ത് ഇന്ത്യക്കാരെ എത്തിക്കുന്നതിനുള്ള ഗഗയാൻ പദ്ധതിയുടെ ആദ്യ പരീക്ഷണ ദൗത്യം അറിയപ്പെടുന്നത് TVD-1 ആണ്. അപ്പോൾ TV കൂടെ നമ്മൾ ഗഗയാൻ കാണുന്നത് ഇങ്ങനെ ഓർത്താൽ മതി. അപ്പോൾ നമ്മുടെ ഗഗയാനിൽ ഇന്ത്യക്കാരെ ബഹിരാകാശത്തേക്ക് എത്തിക്കാനുള്ള പദ്ധതിയാണ്. അതിൻ്റെ ആദ്യത്തെ ദൗത്യം എന്ന് പറയുന്നത് TVD-1. സുനാമി എന്നർത്ഥം വരുന്ന ഹെയിൽ 2 എന്ന ആണവശേഷിയുള്ള അന്തർവാഹിനി ഡ്രോൺ പരീക്ഷിച്ച രാജ്യമാണ് ഉത്തര കൊറിയ. അപ്പോൾ സുനാമി എന്നർത്ഥം വരുന്ന ഹെയിൽ 2 എന്ന ആണവശേഷിയുള്ള അന്തർവാഹിനി ഡ്രോൺ പരീക്ഷിച്ച രാജ്യം ഉത്തര കൊറിയ. നാസയും ISROയും സംയുക്തമായി വികസിപ്പിച്ച ഭൗമ നിരീക്ഷണ ഉപഗ്രഹം നിസാർ. നാസയും ISROയും കൂടെ സംയുക്തമായി വികസിപ്പിച്ച ഭൗമനിരീക്ഷണ ഉപഗ്രഹമാണ് നിസാർ. അങ്ങനെയാണെങ്കിൽ സുനാമി എന്നർത്ഥം വരുന്ന ഹെയിൽ 2 എന്ന ആണവശേഷിയുള്ള അന്തർവാഹിനി ഡ്രോൺ പരീക്ഷിച്ച രാജ്യം ഉത്തര കൊറിയ. ഉത്തര കൊറിയയിലെ ഹെയിൽ 2 എന്ന അന്തർവാഹിനിയുടെ പേരിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ സുനാമി എന്നാണ് കേട്ടോ. ലോകത്തിലെ ഏറ്റവും ശക്തമായ റോക്കറ്റ് എന്ന അവകാശവാദത്തോടെ ഇലോൺ മസ്കിൻ്റെ ബഹിരാകാശ കമ്പനിയായ SpaceX അടുത്തിടെ വിക്ഷേപിച്ച ഏത് റോക്കറ്റാണ് പരീക്ഷണ വിക്ഷേപത്തിന് പിന്നാലെ പൊട്ടിത്തെറിച്ചത്? സ്റ്റാർഷിപ്പ്. അപ്പോൾ നമ്മുടെ ഇലോൺ മസ്കിൻ്റെ ബഹിരാകാശ കമ്പനിയാണ് SpaceX. അത് വിക്ഷേപിച്ച ഒരു റോക്കറ്റ് പൊട്ടിത്തെറിച്ചു. അതിൻ്റെ പേരാണ് സ്റ്റാർഷിപ്പ്. എന്താണ് സ്റ്റാർഷിപ്പ് മോളിൽ ചെന്ന് പൊട്ടിത്തെറിച്ചെന്ന് ഓർത്താൽ മതി. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് AI ഉപയോഗിച്ച് നിർമ്മിച്ച ഫെദ എന്ന അവതാരികയെ സൃഷ്ടിച്ചത് ഏത് രാജ്യത്താണെന്ന് ചോദിച്ചാൽ കുവൈറ്റിലാണ്. AI ഉപയോഗിച്ച് ഒരു അവതാരികയെ സൃഷ്ടിച്ച കുവൈറ്റുകാർ. ആ അവതാരികയുടെ പേരാണ് ഫെദ. ഇന്ത്യയിൽ ആദ്യമായി മെത്തനോളിൽ ഓടിക്കുന്ന ബസ് പുറത്തിറക്കിയത് എവിടെയെന്ന് ചോദിച്ചാൽ ബാംഗ്ലൂരിലാണ് മെത്തനോളിൽ പ്രവർത്തിക്കുന്ന ബസ് പുറത്തിറക്കിയത് കേട്ടോ. ബംഗളൂരു മെത്തനോൾ ഓർത്ത് വയ്ക്കണം. ഇനി അടുത്തത് ദൗത്യകാലാവധി പൂർത്തിയാക്കി 2023 ISRO നിയന്ത്രിത തിരിച്ചിറക്കൽ പ്രക്രിയയിലൂടെ തിരികെ എത്തിച്ച കാലാവസ്ഥാ ഉപഗ്രഹം മെഗാട്രോപിക്സ് 1 കണ്ടോ. മെഗാട്രോപിക്സ് 1 ആണ്. എന്ത് ചെയ്തെന്ന് വെച്ചാൽ ദൗത്യ കാലാവധി പുറത്തിറക്കി സാധാരണ കളയുന്ന പോലെ കളഞ്ഞില്ല. അത് ഒരു കേടുപാടും കൂടാതെ തിരിച്ചിറക്കി നമ്മുടെ ISRO. ആണ് എങ്കിൽ ഇന്ത്യയിലെ ആദ്യ 5G ഡ്രോൺ ഏതാണ്? സ്കൈഹോക്ക് ആണ്. 5G ആംബുലൻസ് അപ്പോക്ക്. അപ്പോൾ നമ്മൾ എന്നൊക്കെ കരുതുന്നുണ്ടല്ലേ ആംബുലൻസ് കരുതുന്നപ്പോൾ എന്താണ് അപ്പോക്ക് എന്ന് പറയുന്നത് ആംബുലൻസ്, സ്കൈഹോക്ക് എന്ന് പറയുന്നത് ഡ്രോണാണ്. സ്കൈ കൂടെ പറക്കുന്നതല്ലേ ഡ്രോൺ. അപ്പോൾ എന്താണ് സ്കൈഹോക്കാണ് ഡ്രോൺ, അപ്പോക്ക് ആംബുലൻസ്. ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹത്തെക്കുറിച്ച് പഠിക്കാനുള്ള യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ ദൗത്യത്തിൻ്റെ പേരാണ് ജൂസ് വ്യാഴവുമായി ബന്ധപ്പെട്ടതാണ്. വ്യാഴത്തിൻ്റെ ഉപഗ്രഹങ്ങളെക്കുറിച്ച് പഠിക്കാനുള്ള യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ ദൗത്യത്തിൻ്റെ പേരാണ് ജൂസ് എന്ന് പറയുന്നത്. ഖരമിന്ധനം ഉപയോഗിക്കുന്ന
ഹൊസോങ് 18 എന്ന ഭൂഖണ്ഡാന്തര മിസൈൽ വിക്ഷേപിച്ച രാജ്യം ഉത്തര കൊറിയ. ഖര-ഇന്ധനം ഉപയോഗിക്കുന്ന ഹൊസോങ് 18 എന്ന ഭൂഖണ്ഡാന്തര മിസൈൽ വിക്ഷേപിച്ച രാജ്യമാണ് ഉത്തര കൊറിയ. അപ്പോൾ ഉത്തര കൊറിയയുടെ വേറൊരു ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചായിരുന്നു, എന്തായിരുന്നു എന്ന് ഓർക്കുന്നുണ്ടോ? അതെ, സുനാമി എന്നർത്ഥം വരുന്ന ഹെയിൽ 2 എന്ന ആണവശേഷിയുള്ള അന്തർവാഹിനി ഡ്രോൺ പരീക്ഷിച്ച രാജ്യം ഉത്തര കൊറിയയാണ്. സുനാമി എന്നർത്ഥം വരുന്ന ഹെയിൽ 2 എന്ന ആണവശേഷിയുള്ള അന്തർവാഹിനിയാണ് ഹെയിൽ 2 ഉത്തര കൊറിയയാണ് പരീക്ഷിച്ചത്. എന്നാൽ ഖര ഇന്ധനം ഉപയോഗിക്കുന്ന ഹൊസോങ് 18, മറ്റേത് ഹെയിൽ 2, ഇത് ഹൊസോങ്, അതിലൊരു ഹായ് ഉണ്ട്. ഖര ഇന്ധനം ഉപയോഗിക്കുന്ന ഹൊസോങ് 18 എന്ന ഭൂഖണ്ഡാന്തര മിസൈൽ വിക്ഷേപിച്ച രാജ്യം ഉത്തര കൊറിയ. വിദ്യാർത്ഥികൾക്ക് സുരക്ഷിത യാത്ര ഉറപ്പാക്കുന്നതിന് സ്കൂൾ ബസ്സുകൾ നടപ്പിലാക്കുന്ന GPS അധിഷ്ഠിത മൊബൈൽ ആപ്ലിക്കേഷനാണ് വിദ്യാവാഹിനി. വിദ്യാർത്ഥികൾക്ക് വിദ്യാവാഹിനി GPS അധിഷ്ഠിത മൊബൈൽ ആപ്ലിക്കേഷനാണ്. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. 2023 മെയ്യിൽ സമുദ്രശക്തി 2023, അതായത് 2023 മെയ്യിൽ സമുദ്രശക്തി 23 എന്ന പേര് നാവിക അഭ്യാസം നടത്തുന്നത് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണെന്ന് ചോദിച്ചാൽ ഇന്ത്യ ഇന്തോനേഷ്യ കണ്ട, ഇന്ത്യ ഇന്തോനേഷ്യയാണ് സമുദ്രത്തിൽ കിടന്ന്. ഇന്തോനേഷ്യയുടെ കടലിൽ, ഇന്ത്യ എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്കത് സമുദ്രം ഓർമ്മ വരണം. ഇന്ത്യ ഇന്തോനേഷ്യയും തമ്മിലുള്ള നാവിക അഭ്യാസമാണ് സമുദ്രശക്തി 23. അടുത്തത്, സമുദ്രയാൻ മിഷൻ്റെ കീഴിൽ ഇന്ത്യൻ മഹാസമുദ്രം പര്യവേഷണം ചെയ്യുന്നതിന് ചെന്നൈയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജി NIOT ഉപയോഗിക്കുന്ന മുങ്ങിക്കപ്പലിൻ്റെ പേരാണ് മത്സ്യ 6000. അപ്പം NIOT ഉപയോഗിച്ച മുങ്ങിക്കപ്പലിൻ്റെ പേര് മത്സ്യ 6000. സമുദ്രയാൻ മിഷൻ്റെ കീഴിൽ ഇന്ത്യൻ മഹാസമുദ്രം പര്യവേഷണം ചെയ്യുന്നതിന് വേണ്ടിയാണ് ചെന്നൈയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മുങ്ങിക്കപ്പൽ ഉപയോഗിച്ചത് മത്സ്യ 6000. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് പേജ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.